ഹൃദയം. രചന ഇന്ദുരജിത്ത്. കെട്ടുകഴിഞ്ഞിട്ട് ആഴ്ച ഒന്നാതിന് മുമ്പേ നിങ്ങൾ ഇതിനെ എങ്ങോട്ടാ ചായ കൂട്ടിക്കൊണ്ടുപോകുന്നേ? ആൾ താമസം തീരെ കുറഞ്ഞൊരു കാടിന്റെ പ്രതീതിയിലേക്ക് ബൈക്ക് സവാരി നീണ്ടപ്പോൾ ആനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അച്ചായ ഒന്ന് പറഞ്ഞിട്ട് പോന്നേ. റോഡിന് ഇരുവശവും പൊക്കത്തിൽ മുളയും വള്ളിപ്പടർപ്പുകളും. വീടിന്റെ തൊടിയിൽ കാണാറുള്ളതിലും വലിപ്പമുള്ള അണ്ണാറക്കണ്ണന്മാർ മരങ്ങളിൽ ഓടിക്കയറി ഇറങ്ങുന്നു. ഏതൊക്കെയോ കാട്ടുപൂവിന്റെ ഗന്ധം മൂക്കിൽ വലിച്ചു കയറ്റിയിട്ടാവണം വല്ലാത്ത തലവേദനയും. ഇതേതോ വനത്തിലേക്ക് തന്നെയാണ്, സംശയമില്ല. പണ്ടിങ്ങേർക്കൊരു പ്രേമുണ്ടായിരുന്നെന്നും അവൾ കെട്ടുപൊട്ടിച്ച് തിരികെ വീട്ടിൽ വന്ന് നിൽപ്പുണ്ടെന്നൊക്കെ ഇന്നലെ തന്നെ കാണാൻ വന്നവിടെ അയലത്തെ അമ്മച്ചി പറഞ്ഞിരുന്നു. എല്ലാം കൂടി ചേർത്ത് വായിച്ച ഇതൊരു കെണിയാണെന്ന് ഉറപ്പാണ്. ഒന്ന് കറങ്ങി വരാനാ നീ ഫോണൊന്നും എടുക്കണ്ടെന്ന് ഈ ചതിയം പറഞ്ഞ ഇതിനായിരുന്നല്ലേ? എന്നെ തട്ടിയിട്ട് രണ്ടാം കെട്ടുകാരനാകാനുള്ള പൂതി അങ്ങ് പുളിങ്കൊമ്പയിൽ ഇരിക്കത്തേ ഉള്ളൂ. ശരിയാക്കി തരാം. അവളിലെ ധൈര്യശാലിയായ യുവതി സർവശക്തിയിൽ ഉയർത്തി എഴുന്നേറ്റു. നിങ്ങൾ വണ്ടി എടുത്തുന്നുണ്ടോ? എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് മതി യാത്ര. എനിക്ക് എടുത്ത് ചാടും ഞാൻ. ഏയ് ചാടില്ലേ? അപ്പൊ സ്നേഹമുണ്ട്. എനിക്ക് ചാടില്ല. പറ. അതല്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ റോഡ് സൈഡിൽ നല്ല താഴ്ചയുണ്ട്. അവിടുന്ന് ചാടുന്ന നല്ലത്. ഇവിടെയൊക്കെ ചാടിയ വിവരദോഷികൾ പൊക്കിയെടുത്ത് ആശുപത്രിയിലാക്കും. ഞാൻ പറഞ്ഞ സ്പോട്ടാകുമ്പോൾ കാര്യങ്ങൾ നീറ്റായിരിക്കും. എപ്പടി അതുപോലെ ആനി? ഞാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ട് അച്ചായ? വേണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കെട്ടിക്കൊണ്ട് പോന്ന്? കൊല്ലാനോ? ചീവീട് ചിലക്കുന്ന പോലെ മനുഷ്യരെ ചെവിക്കകത്ത് കയറിയിരുന്ന കഥാപ്രസംഗം നടത്താതെ ഞാൻ നിന്നെ കൊല്ലാനും തിന്നാനൊന്നും പോവില്ല എൻ്റെ കൊച്ചേ. നിനക്കൊരാളെ കാട്ടിത്തരാനാ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരാണെന്ന് എന്താണെന്നും പറയുമ്പോൾ നീ എൻ്റെ മേലെ കുതിര കയറരുത്. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെക്കുറിച്ച് മറ്റാളും പറയുന്നതല്ല, സത്യമായതേ നീ വിശ്വസിക്കാവൂ. അതിനായി യാത്ര. ഈ ഭൂമിയിൽ മറ്റൊരാളെ ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നാൽ നിന്നെ ഇത് അറിയിക്കുക എന്നത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് മാത്രം. ഒരു മൂളൽ മാത്രമായിരുന്നു ആനിയുടെ പ്രതികരണം. ഉള്ളിലെന്തോ ഒരു നോവ് പടരുന്ന പോലെ. എന്നെ കൂടാതെ വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് എന്തെങ്കിലും ഓർത്തപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. എനിക്കിത്തിരി വെള്ളം വേണം. ദാ എത്താറായി. വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ചാൽ പോരെ? ക്ഷീണം വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ പുറത്ത് ചാരിക്കിടന്നോ? എന്നുകൂടി. ഏയ്, അതിനുള്ള അർഹത ഇനി ഉണ്ടാവുമോ എന്നൊരു ചോദ്യം നാവിൽ തങ്ങിക്കിടന്നല്ലാതെ അവളൊന്നും മിണ്ടിയില്ല. മനസ്സാകെ തളർന്ന പോലെ. ഒടുവിൽ ബൈക്ക് നിർത്തിയപ്പോൾ ജീവനില്ലാത്ത ശരീരം കണക്കെ ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്ന പ്രതീതിയായിരുന്നു അവളിൽ. ഇനി ഇത്തിരി നടക്കണം. കയറ്റോ? വയ്യെങ്കിൽ ഓഫറുണ്ട്, എടുത്തുകൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ. വേണ്ട, ഞാൻ നടന്നോളാം. ഒഴിഞ്ഞു മാറുന്ന മട്ടിലായിരുന്നു അവിടെ പ്രതികരണമല്ല. ആനി, താൻ ഇപ്പോഴേ ഇങ്ങനെ ആയാലെങ്ങനെയാ? ഞാൻ തനിക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഷോക്കിൽ നിന്നൊരു ആശ്വാസമായിക്കൂടെ എന്ന് കരുതിയാ മുൻകൂട്ടി ഒരു ആമുഖം തന്നത്. ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിനി അത് അറിയുകയും വേണ്ട. ഞാൻ നിങ്ങളുടെ പെണ്ണാന്നുള്ളത് മറന്നു പോകരുത്. താൻ വാടോ ധൈര്യമായിട്ട്. ആ ഒരൊറ്റ തോന്നലുള്ളതുകൊണ്ടാണ് ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്ന്. അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി. ആ കൈകളിൽ പിടിക്കാൻ കൂട്ടാക്കാതെ നിറഞ്ഞ കണ്ണുമായി അവന് പിന്നാലെ ശവം കണക്കി അവൾ നടന്നു. കയറ്റം ചെന്ന് നിന്നത് ഒരു കൊച്ചു വീടിന്റെ മുറ്റത്താണ്. തീരെ വൃത്തിയും വെടിപ്പുമില്ലാത്ത പരിസരം. പഴുത്തതും പുഴുക്കേറിയതുമായ മാങ്ങയും മാവിലയുമാണ് മുറ്റം നിറയെ. കറുപ്പ് നിറത്തിലുള്ള അട്ടകൾ ആരെയും കൂസാതെ തേരാപ്പാറ ഇഴഞ്ഞു നടക്കുന്നു. മടിക്കാതെ കയറി വാ. മനസ്സിലാ മനസ്സോട് അവളും പിന്നാലെ നടന്നു. ഒരുവിധ ഉള്ളിൽ കയറിപ്പറ്റി. തിണ്ണയിലാകെ നായയുടെ രോമം. ഒന്നും കൂസാതെ അവൻ ചെന്ന് കതകിന് തട്ടി. രാജി! വിളി കേട്ടതും ആനയുടെ നെഞ്ചു പിടഞ്ഞു. പെണ്ണ് തന്നെ. അപ്പോൾ താൻ ചിന്തിച്ചു കൂട്ടിയ വഴിയെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. അല്പം കഴിഞ്ഞ് വെളുത്തു കുലുന്നനെയുള്ളൊരു കൊച്ചു പെണ്ണ് വാതിൽ തുറന്നു. ആനയുടെ കണ്ണിൽ പക പൊന്തി വന്ന് കണ്ണുനീരിന്റെ ഉറവിയായിരുന്നു അപ്പോഴേക്കും. ഒന്നും അറിയാത്ത പാത്തിൽ അവൾ സാരി തലപ്പുകൊണ്ടതിനെ തുടച്ചു മാറ്റി മുഖത്തൊരു ചിരി വരുത്താൻ വിഫല ശ്രമം നടത്തി. കേറി വാ. അവളുടെ ശബ്ദം കേട്ടതും ആനയുടെ നോട്ട് അവന്റെ മുഖത്തേക്കായിരുന്നു. അവനിലെ ഭാവവ്യത്യാസങ്ങളെ അവൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആനി, ഇത് രാജി. ഒരുപക്ഷെ ഇനി നീ എന്നെപ്പറ്റി കേട്ടേക്കാൻ സാധ്യതയുള്ള കഥകളിലെ നായികയുടെ മുഖമാണിത്. ഈ കൊച്ചു പെണ്ണുമായിട്ട് നിങ്ങൾ? ശബ്ദം പുറത്തേക്ക് വന്നില്ല. സാരി തലപ്പുകൊണ്ട് മുഖം പൊത്തി പിടിച്ച് അവൾ കരയാൻ തുടങ്ങിയിരുന്നു. എടീ, നീയൊന്ന് സമാധാനിക്കത്. ഞാൻ മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് 10-23 വയസ്സ് പ്രായമുള്ളപ്പോൾ, അതായത് 8 വർഷത്തിന് മുമ്പ്, കൂട്ടുകാരത്തൊരു പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. പ്രായത്തിൻ്റെ ചുറ്റിക്കളികളിൽ ഒന്നായിട്ട് മാത്രമേ അന്നതിനെ കണ്ടുള്ളൂ. രാത്രിയുടെ മറവിലെ ഏതോ ഊടുവഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒടുവിൽ പുള്ളിക്കാരിയുടെ വീട്ടിലെത്തി. ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നു. കൂടെയുള്ളവർ ഓരോരുത്തരായി പോയി വന്നപ്പോൾ ഒടുവിൽ തൻ്റെ ഊഴായി. കതക് തുറന്നു ചെന്നപ്പോൾ മധ്യവയസ്കയായ സ്ത്രീ പുറംതിരിഞ്ഞ് നിൽക്കുന്നു.
ഇവരുടെ ശരീരത്തെക്കുറിച്ചാണോ കഴിഞ്ഞ കുറേ ദിവസമായി പല പല കഥകൾ മാറിക്കേട്ടെന്ന് തോന്നി. തൻ്റെ അമ്മയോട് അല്ലെങ്കിൽ തനിക്ക് മൂത്ത പെങ്ങളോട് തനിക്കിത് ചെയ്യാനാവുമോ എന്ന് തോന്നി. ഇവരുടെ സ്ഥാനത്ത് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നെങ്കിൽ താൻ ഇത്തരത്തിൽ ചിന്തിക്കുമോ എന്ന് കൂടി ഓർത്തു. ഇതിനെ അവന്മാരോട് പോയി പറഞ്ഞ പരിഹാസം വേറെ. ഇട്ടിരുന്ന ഷർട്ട് വിയർപ്പിൽ കുതിരാൻ തുടങ്ങി. എൻ്റെ പരിഭ്രമം മനസ്സിലാക്കിയിട്ടാവണം തിരിഞ്ഞു നോക്കാതെ അവരവിടെ തന്നെ നിന്നു. അമ്മയെന്നോ പെങ്ങളെന്നോ ഒരു പരിഗണന എനിക്കിതുവരെ ആരും തന്നിട്ടില്ല. അതോർത്തിട്ടാണെങ്കിൽ മടിക്കേണ്ട, എനിക്കിത് പുതിയ കാര്യമല്ല. എനിക്കെന്തോ. പതിയെ മുഖം തിരിച്ചവർ നോക്കിയപ്പോൾ തൻ്റെയും ആ സ്ത്രീയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കൈകാലുകൾ വിറക്കാൻ തുടങ്ങിയിരുന്നു. മുന്നിലുണ്ടായിരുന്നത് മറ്റാരുമല്ലായിരുന്നു, എൻ്റെ ഏറ്റവും മൂത്തയേട്ടൻ്റെ ഭാര്യ, എൻ്റെ ഏടത്തി, എൻ്റെ അമ്മയ്ക്ക് ശേഷം എന്നെ കൊഞ്ചിച്ച് വളർത്തിയ എൻ്റെ അമ്മ. വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച അങ്ങനെയാവുമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാവും. എങ്കിലും അന്നത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കുടിച്ചിലൊക്കെ ഇട്ട് പാതിരാത്രിയിൽ കയറി വരുന്ന ഏട്ടൻ്റെ തല്ലും കൊണ്ടവർ ഒരുപാട് നൊന്താണ് അന്ന് ഞങ്ങൾക്കൊപ്പം കഴിഞ്ഞിരുന്നത്. അന്നൊക്കെ അമ്മയ്ക്ക് അവരോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മ ഏടത്തിൽ നിന്ന് അകന്നു. അവരെ നാട്ടുകാരുടെ മുമ്പിൽ ദുർനടത്തിപ്പുകാരിയാക്കി. ഒടുവിൽ വീട് വിട്ടിറങ്ങിയ പാവത്തിനെ ആരും അന്വേഷിച്ചില്ല, ഈ ഞാൻ പോലും. അന്നൊന്നും തനിക്ക് പ്രതികരിക്കാൻ കഴിവില്ലായിരുന്നു. ചോദ്യം ചോദിക്കാൻ പ്രാപ്തിയായപ്പോഴേക്കും ഉത്തരം നൽകേണ്ടയാൾ മണ്ണിനടിയിലേക്ക് മാഞ്ഞു. നിനക്കറിയാവുന്ന കഥ അവിടെ അവസാനിച്ചു മോനെ. പക്ഷേ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏടത്തിയെ നിനക്കറിയാം. കൂട്ടിയിരിക്കാൻ കൂടി ആളില്ലാതെ നിന്റെ ചേട്ടൻ്റെ ചോരെ ഞാൻ നൊന്തുപെറ്റതറിഞ്ഞു ആരെങ്കിലും. പിഴച്ചവളെന്ന പട്ടം പിന്നീട് എനിക്ക് പുണ്യമായി തീർന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെയും ചുമന്ന് എനിക്ക് അന്നം തേടിപ്പോവാൻ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ അരികിലേക്ക് അന്നം വരുന്ന മാർഗത്തെപ്പറ്റി മാത്രമായി ചിന്ത. അതൊടുവിൽ ഇങ്ങനെയുമായി. പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് ഇറങ്ങിപ്പോരണം, അതായിരുന്നു ചിന്ത. തിരികെ നടന്നപ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കി. എന്നിട്ട് ഏട്ടൻ്റെ കുഞ്ഞെവിടെ? അതൊന്നും ചോദിക്കാൻ തനിക്ക് കഴിയാതെ പോയല്ലോ. അന്നും ഇന്നും പാപം ചുമക്കുന്നത് ആ പാവം സ്ത്രീ മാത്രമാണെന്നൊരു തോന്നൽ. എന്നെ കണ്ടതും ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോളിയാന്നൊരു ചോദ്യമായിരുന്നു തന്നെ കാത്തുന്നവന്മാർ ചോദിച്ച്. കൂട്ടുകാരുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാതെ അവരോടൊപ്പം ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോന്നു. ഇവനിതെന്താ പറ്റിയേ? ആ ചോദ്യം അവരന്യോന്യം ചോദിച്ചുകൊണ്ടേയിരുന്നു യാത്രയിലുടനീളം. പിന്നെയുള്ള ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനോ എന്ന ചിന്തയായിരുന്നു മനസ്സിലാകെ. ഭിത്തിയിൽ അമ്മയുടെയും ഏട്ടൻ്റെയും ചിത്രങ്ങളിലേക്ക് മാറി മാറി നോക്കി. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൂട്ടുന്നെല്ലാം കുന്നുകൂടുന്ന നിരപരാധികളുടെ തലയിലാണ്. കുറച്ച് ദിവസം അങ്ങനെ പുറലോകമായിട്ട് ബന്ധമില്ലാതെ കടന്നുപോയി. മനസ്സൊന്ന് പഴയതുപോലെ ആവാൻ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പൊതിച്ചോറ് വിതരണത്തിന് പോകാൻ ഒരു വിളി വന്ന്. കൂടെ പോവാൻ തീരുമാനിച്ചു. അവിടെ ചെന്നിറങ്ങിയതും കണ്ടത് ഓട്ടോയിൽ വന്നിറങ്ങിയ ഏടത്തിയായിരുന്നു. കൂടെ ഒരു കൊച്ചു പെൺകുട്ടി. എവിടേക്കോ ഏട്ടൻ്റെ ചായ അവളിലുണ്ടെന്ന് ഉറപ്പാക്കിയതോടെ അടുത്തേക്ക് ചെന്നു ഏടത്തിയെന്ന് വിളിച്ചു. പിന്തിരിഞ്ഞു നോക്കിയിട്ട് ഓട്ടോക്ക് കാശ് കൊടുത്തു. വിളിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. അവരും നോക്കുന്ന പോലുമില്ല. അല്പം കഴിഞ്ഞ് ആ കുട്ടിയുടെ കൈ പിടിച്ചവൾ അരികിലേക്ക് വന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ചെറിയച്ഛനാണെന്ന് കൂടി പറഞ്ഞപ്പോൾ അതെന്നെ നോക്കിയൊന്ന് ചിരിച്ചു. കുറച്ചു നേരത്തെ സംസാരത്തിൽ നിന്നും ഏടത്തേക്ക് പനിയാണെന്നും ഡോക്ടറെ കാണാൻ വന്നാണെന്നും പറഞ്ഞ് തിരികെ നടന്നു. അപ്പോഴാണ് സാരിയുടെ പിന്നിലായി പലയിടത്തായി രക്തക്കറ പോലെ. അതാരും ശ്രദ്ധിക്കാതിരിക്കാൻ സാരി തലപ്പുകൊണ്ട് അവർ മറച്ചു പിടിക്കുന്നു. രണ്ടും കൽപ്പിച്ച് പിന്നാലെ ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. ആ പഴയ അനിയൻകുട്ടനായിട്ടാണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത്. ആ പഴയ സ്നേഹത്തിന് ഇന്നൊരു കുറവുമില്ല. സത്യം പറ, എന്താ വയ്യക? ഞാൻ കൂടെ വരാം. ഏയ് ഒന്നുമില്ലട മോനെ, പനി അത്ര തന്നെ. കള്ളം പറയരുത്. ഈ കുഞ്ഞിന് നിങ്ങളല്ലേ ഉള്ളൂ ഭൂമിയിൽ. ഇനിയെങ്കിലും സത്യം പറ. ആളൊഴിഞ്ഞ വരാന്തയിലേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. മോനെ, ശരീരം വിറ്റ് തിന്നുന്നവർക്ക് വരാൻ യോഗ്യതയുള്ള രോഗം തന്നെയാണ് ദൈവം തന്നത്. അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ചുമക്കുന്ന കാലത്തും അതിനു മുമ്പും കൂടെ കൂടിയവൻ്റെ അടിയിടിയും കണക്കില്ലാതെ കൈപ്പറ്റിയതിൻ്റെ പെൻഷനാവും. പ്രായമാകുമ്പോഴല്ലേ ശരീരം പിണങ്ങും. ഇനി അധികകാലമൊന്നും ഞാനുണ്ടാവില്ല. എൻ്റെ കുഞ്ഞ് എന്നെ പോലെ ആവരുത്. അവളെ സംരക്ഷിക്കണം. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. അന്ന് തൊട്ടിന്നോളം അവർക്ക് അന്നവും മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ഞാനാണ്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഏടത്തി മരിച്ചു. മരണത്തിൻ്റെ അന്ന് വരെ എന്നെയും അവരെയും പറ്റിയുള്ള അവീതകഥകൾ നാട്ടിൽ പടർന്നു. അവർക്ക് ശേഷം ഈ കുഞ്ഞിൻ്റെ പേര് കൂടി കൂട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. നീ ഇനി ചിലപ്പോൾ കേട്ടേക്കാവുന്ന കഥയിലെ നായികയാണ് ഈ കുട്ടിയെന്ന്. സത്യം എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. തുണയില്ലാത്ത പെണ്ണിനെ സഹായം ചെയ്യുന്നവർക്കെല്ലാം ലക്ഷ്യമൊന്നേ അവർക്കറിയുള്ളായിരുന്നു. രാത്രി ഇവൾക്ക് കൂട്ടിയെടുക്കാനും ഇവൾക്ക് കൂട്ടുപോകാനും ഞാനൊരമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരാഴ്ചയായി അവർക്ക് സുഖമില്ല. ഈ കാട്ടിനുള്ളിൽ
ഈ കുഞ്ഞു വീട്ടിൽ ഇവളെ ഞാൻ ഒറ്റയ്ക്കിട്ടിട്ട് നമ്മുടെ വീട്ടിൽ സുഖിച്ച് കിടക്കാൻ എനിക്ക് കഴിയുന്നില്ല ആനി. കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് അവൾ അവിടെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ നീയുണ്ടല്ലോ, അവൾക്ക് ചേച്ചിയായി അമ്മയായിട്ടൊക്കെ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി നിനക്ക് തീരുമാനിക്കാൻ ആനി. എന്നോട് ക്ഷമിക്കിച്ചായ എന്ന് പറഞ്ഞ് ഇരു കൈകളും കൂപ്പി തൊഴാൻ മാത്രമേ അവൾക്കായുള്ളൂ. ഈ മനസ്സ് മാത്രം മതി നമുക്ക് ജീവിക്കാം. തിരികെയുള്ള ബൈക്ക് യാത്രയിൽ ഞങ്ങൾക്കിടയിൽ അവളും ഉണ്ടായിരുന്നു. ഇടയിൽ കൈവിരൽ കൊണ്ട് ആനി അവളുടെ നെറ്റിയിലേക്ക് വീണ മുടി ഒതുക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഹൃദയം നിറയാൻ അയാൾക്ക് അത് തന്നെ ധാരാളമായിരുന്നു.